ട്വിസ്റ്റഡ് വുമൺ, കൂനിയായ സ്ത്രീ. ലൂക്കോസിൻ്റെ സുവിശേഷം 13:10-17 വരെയുള്ള വാക്യമാണ് എടുക്കുന്നത്. അനേക കുടുംബങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പ്രയാസമായിട്ട് ഭാരത്താലും വേദനയാലും ദുഃഖത്താലും മക്കളെ ഓർത്ത് പണസംബന്ധമായിട്ട് രോഗം കൊണ്ട് കുടുംബജീവിതത്തിലൊക്കെ ഭാരമുള്ളവർക്ക് ദൈവം തമ്പുരാൻ ഇന്ന് ഒരു പുതിയ വെളിച്ചം തരുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് വായിക്കാം, വചനത്തിലേക്ക് കയറാം. 13 ഏകദേശം 12 തൊട്ടുള്ള വാക്യമാണ്. 10 തൊട്ട് ഞാൻ വായിക്കുന്നു. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒട്ടും നിവരാൻ വയ്യാത്ത. ഒരു താഴോട്ട് നോക്കിയാണ് നടക്കുന്നത്, മുകളിലോട്ട് നോക്കാനുള്ള കഴിവില്ല. യേശു അവളെ കണ്ടു, അവിടെ അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ് നീഡ്. അതായത് നമ്മൾ രോഗബന്ധനം അഴിച്ചു കൊടുക്കാൻ കഴിവുള്ളൊരു ദൈവം. രോഗാത്മാവെന്നാണ്, ദുരാത്മാവാണ്, ഒരാത്മാവാണ് രോഗം വരുത്തുന്നത്. അതൊക്കെ ആത്മാവില്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. പലപ്പോഴും പല രോഗത്തിൻ്റെ പലപ്പോഴും ഞാൻ ഈ വചനമൊക്കെ ചില ദിവസങ്ങളിൽ ചിലയിടത്ത് പറഞ്ഞു ചെന്നിട്ട് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല അതുപോലെ. പക്ഷേ നമ്മൾ വിചാരിക്കും എന്ത് നമുക്ക് വല്ല അസുഖം വന്നാണ്. പക്ഷേ പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം ആ ശരീരത്തിന് അവിടെയുള്ള ആ ബന്ധനങ്ങളുടെ ഒരു ചെറിയ ഇഫക്റ്റ് നമുക്ക് തോന്നുന്നതാണ്, നമ്മൾ ഇൻ്റർസീഡ് ചെയ്യുന്നതിനാണ്. പക്ഷേ ശക്തമായിട്ട് 2-3 പേര് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങ് അഴിഞ്ഞു പോകുന്നതിനുള്ള എന്താണെന്നുള്ളത് കാണിച്ചും തരും കർത്താവ്. അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തു എവിടെ വരുന്നോ അവൻ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്താൽ. പിന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിധവയായ സ്ത്രീയെ അവൾക്ക് ഏകപുത്രൻ അവർ മരിച്ചു പോയിട്ട് അവനെ അടക്കാൻ കൊണ്ടുപോകുന്നു. ഇത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടക്കാൻ കൊണ്ടുപോകുമ്പോഴേ ഇവൾ മുകളിലോട്ട് പോലും നോക്കുന്നില്ല. കാരണം ഇവിടെ ദുഃഖം അത്ര വലുതാണ്. ഭർത്താവോ ഇല്ല. ഇപ്പോൾ ആകെ ഒരു മകനുണ്ടായിരുന്നു, അവനാണ് അവളുടെ ഏക ആശ്രയം. അവൻ മരിച്ചു. അവനെ അവിടെ കുറേ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ യേശു എന്ത് ചെയ്തു? യേശു അവളെ കണ്ടിട്ട് എന്താണെന്നൊന്നും ചോദിക്കാൻ പോയി. യേശു ചെന്ന് ശവമഞ്ചത്തെ തൊടുകയാണ്. മനുഷ്യരാരും തൊടാത്ത ഒരവസ്ഥയാണ്. ശവത്തെ തൊടുന്നവൻ അവൻ അൺക്ലീനാണ്, അശുദ്ധനായി മാറും. ഉടനെ പിന്നെ പോയി കൈ കഴുകണം. പക്ഷെ അതൊന്നും അവിടെ ചെയ്തില്ല. യേശു അവിടെ ചെന്നിട്ട് യേശുവിൻ്റെ ശവമഞ്ചത്തെ തൊട്ടു. ബാലൻ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു, റൈസപ്പ്. ഉടനെ തന്നെ ബാലൻ എഴുന്നേറ്റ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ദൈവം എവിടെ വന്നോ അവിടെ അതിശയം നടക്കണം, കർത്താവ് കാണണം. അതാണ് ഇവിടെ 13-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ശബത്തിൽ യേശു ക്രിസ്തു പതിവ് പോലെ ഒന്നുമില്ല, എപ്പോഴും പോകുന്നില്ല. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുണ്ട്. എപ്പോഴും പോകുന്ന പള്ളി പോലുമല്ല, ഈ പ്രാവശ്യം ഒരു പള്ളിയിൽ. ഈ കൂനിയായ സ്ത്രീയെ എല്ലാ ആഴ്ചയിലും ഈ പള്ളി വരും. 18 വർഷവും കൂനിയായിട്ട് തന്നെ വരുമെന്ന് വന്നു. ഈ ദൈവത്തിൻ്റെ ആലയം, ഇവരുടെ സിനഗോഗ് എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനം. അവർ പഴയ നിയമത്തിൽ തോറ മുഴുവൻ എടുത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 18 വർഷവും ഈ സ്ത്രീക്ക് ഒരു വ്യത്യാസവും ഇല്ല. 18 വർഷം ഇവർക്ക് നന്ദി പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വിവാഹം കഴിച്ച് കാണത്തില്ല. വീട്ടുകാരുണ്ടെങ്കിൽ അവരെ നോക്കുന്നൊന്നുമില്ല. ഇവരെ കണ്ടാലേ പള്ളിയിലുള്ളവർ അവജ്ഞയോട് നോക്കുന്നവരായിരിക്കണം. ഇവർക്ക് സമൂഹത്തിലൊരു സ്ഥാനമില്ല. ഇവിടേക്ക് യേശു വരെ കാണുന്നൊരു ചിന്ത പോലും ഇല്ല. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞിട്ടും ഈ സ്ത്രീ അവിടെ കടന്നില്ലാണ് എല്ലാ ആഴ്ചയും. ഇതാണ് വെൻ ദ റോൾ കോൾ ഈസ് ദെയർ, ആർ യു ദെയർ? ദൈവം കടന്നു വരുന്ന സ്ഥലത്ത് നീ ഉണ്ടോ? അതിനെന്താ ചെയ്തത്? എല്ലാ ആഴ്ചയിലും ഈ സ്ത്രീ അവിടെ പോകുമായിരുന്നു. ഏതോ ഒരു പള്ളിയിൽ, അവരുടെ അടുത്തുള്ള പള്ളിയായിരിക്കണം, സിനഗോഗിൽ. അവിടെ പോകുമ്പം അന്ന് യേശു അവിടെ വന്നു. അപ്പോൾ ഈ 18 വർഷവും ഈ കൂനി നടന്ന സ്ത്രീയെക്കുറിച്ച് ഒരു വ്യക്തികളും ഒന്നും ചിന്തിച്ചില്ല. പക്ഷേ ഒരു പക്ഷേ യേശു ഈ സ്ത്രീയ്ക്ക് വേണ്ടി മാത്രമാണോ ആ സിനഗോഗിൽ ചെന്നത്? അതിനുവേണ്ടി ഇറങ്ങി വരത്തില്ലേ? ദൈവം അറിയുന്നുണ്ടല്ലോ. കാരണം എന്ന് സ്തുതിക്കുന്ന ഒരു ആലയത്തിൽ പോയിട്ട് ഈ കൂനിയായ സ്ത്രീ എന്ത് പറഞ്ഞാൽ സ്തുതിക്കുന്നത്? എന്ത് പറഞ്ഞ് സ്തുതിക്കാനാണ് അവർക്കുള്ളത്? മുകളിലോട്ട് പോലും നോക്കാൻ വയ്യാതെ, വീട്ടുകാരില്ല, ആരുമില്ല സഹായിക്കാൻ. ആ സ്ത്രീ എന്നാൽ ഈ ദൈവശബ്ദം അപ്പോൾ അവരുടെ അകത്തൊരാത്മാവിൻ്റെ ഒരു വളർച്ചയുണ്ട്, അവിടെ ഒരു ദാഹമുണ്ടായിരുന്നു. അവൾ അതുകൊണ്ടാണ് ഈ ആലയത്തിൽ ആരെന്നെ നോക്കിയാലും അവഗണിച്ചാലും മിണ്ടിയാലും ഇല്ലേലും ഞാൻ പോകും. ആരെ കാണാൻ? എന്നെ സൃഷ്ടിച്ച ദൈവം. എന്നാൽ ഇവരോട് ചോദിക്കുന്നില്ല
എന്നെ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ചെന്ന്. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീയെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളിയാണെങ്കിലും ഈ യേശുവിൻ്റെ തൊങ്ങലേലെങ്കിലും തൊടണമെന്ന് വിചാരിച്ചു. ഇവളതൊന്നും ചിന്തിച്ചില്ല. ഷി നെവർ സ്പീക്സ് അബൌട്ട് ഇറ്റ്, ഷി നെവർ ടോക്സ് അബൌട്ട് ഇറ്റ്. അവളൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, അവളുടെ നാവ് അതിനെക്കുറിച്ച് അനങ്ങുന്നില്ല. ഷി ഗോസ് ടു ദ ചർച്ച്. എല്ലാ ദിവസവും പോകുന്ന പോലെ അന്ന് പോയി. അവിടെ അന്ന് ദിവസം യേശു വന്നു. നമ്മളെപ്പോഴാണ്, ഇതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ആലയത്തിൽ പോകുന്നവരോ അല്ലെങ്കിൽ സഭായോഗത്തിൽ പോകുന്നവരോ അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തും, ചില ദിവസം നമുക്ക് ക്ഷീണം തോന്നും, പോകുന്നില്ല. പക്ഷെ ചിലപ്പോൾ അന്നായിരിക്കും നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നത്. വിൽ യു ബി ദെയർ? ആ റോൾ കോൾ വിളിക്കുമ്പം, ആ വിളിക്കുന്ന സമയത്ത് യേശു ഉള്ളപ്പം നീ വരുമോ? സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഒരു സഭത്തിൽ അവൻ ഒരു പള്ളിയിൽ പള്ളിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പച്ചൻ അന്ന് യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു അവിടെ ചെന്നു പള്ളിയിൽ. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, രോഗമല്ല, രോഗാത്മാവെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കൂനി പിടിച്ചാണ് നടക്കുന്നത്. യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു. സ്ത്രീയെ, വേറെ ആരും ചെയ്യാത്തൊരു കാര്യമല്ലേ, സ്ത്രീയെ, എൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ എത്രയോ കാര്യങ്ങൾ നുഖം നമ്മുടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് 100 നടക്കാൻ വയ്യ. നമ്മുടെ ആൺമക്കളെ, പെൺമക്കളെ, ജോലി തന്നെ. ഇപ്പോൾ ജോലി ചെയ്യുന്നത് വെച്ചൊരു കോമ്പറ്റീഷനാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജോലി, ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത്, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയില്ല. പൈസ ഉണ്ടാക്കുന്നതിന് മാത്രമേ വിലയുള്ളൂ, എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതല്ല. പഴയ നീതിയും ന്യായവും ആ ഒരു നന്മ ഒന്നും ഇപ്പോൾ ഇല്ല. മറ്റുള്ളവരെ കൂടെ നന്മ അവരോടൊക്കെ അതൊന്നും ആരും ചിന്തിക്കത്തില്ല. അങ്ങനത്തെ ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ദൈവം നമ്മളെ കാണുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലേണ്ടിയപ്പോൾ ചെല്ലണം. അത് ചെല്ലാൻ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എനിക്ക് രോഗമാണേലും ഞാൻ പോകും, അസുഖമാണേലും ഞാൻ അവിടെ ചെന്നിരിക്കും. ഇന്നെനിക്ക് മറ്റുള്ളവരെന്നെ കഴിഞ്ഞ ആഴ്ച എന്നിട്ട് എന്നെ നോക്കിയില്ല, എന്നാലും ഞാൻ പോകും. കാരണം ഞാൻ അവരെ ആരും കാണാനല്ലല്ലോ പോകുന്നത്, എന്നെ സൃഷ്ടിച്ച ദൈവം. അങ്ങനെയാണ് ഈ സ്ത്രീ അവിടെ വരുന്നത്. 18 വർഷവും ഈ സ്ത്രീ ആരെങ്കിലും ഹലോ നിങ്ങളിവിടെ ഉണ്ടോ, നിങ്ങൾ കാപ്പി കുടിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടില്ല. ആരും ചോദിക്കാൻ സാധ്യതയില്ല. നമ്മളാണേലും നമ്മളിപ്പോൾ കുർബാന അനുഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ കർത്തൃമേശ, നമ്മുടെ തൊട്ട് മുമ്പിൽ ഈ സ്ത്രീ വന്ന് നിൽക്കാമെങ്കിൽ നമ്മളും ചിലപ്പം ചിന്തിക്കുമോ എന്തിനാ ഇവരിവിടെ വന്നതെന്ന് പറയാനൊക്കത്തില്ല. വിൽ ബി തിങ്ക് ലൈക്ക് ദാറ്റ്. നമ്മൾ ഇവരെന്താ വീട്ടിൽ ഇരുന്നപ്പോൾ അത് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ യേശു അവരെ കാണുന്നു. യേശു അവരെ കാണുക തന്നെയല്ല, യേശു അവരെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. ആ സ്ത്രീയുടെ സ്ഥിതി എന്താണ്? മനസ്സിലുണ്ടായിരുന്ന ഒരു വികാരം എന്തായിരിക്കും? യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു. സ്ത്രീയെ, എൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേലെ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ എപ്പോഴും ദൈവമുള്ള ഒരു വ്യക്തിയായിരുന്നു അവൾ. അല്ല പിന്നെ കൂനിയായ സ്ത്രീ നിവർന്നപ്പോൾ ആദ്യമായി നിന്ന് ദൈവത്തിൻ്റെ സ്തുതിപ്പാണ്. കാരണം 18 വർഷവും ഈ ആലയത്തിൽ വരുമായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ആൻ ഓർക്കസ്ട്ര. നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പലതിടത്ത് വെക്കും. ഒരിടത്ത് പിയാനോ, വയലിൻ കാണും, പിന്നെ ഡ്രംസ് കാണും, ട്രാമ്പലിൻ കാണും, പലത് കാണും. ഇതെല്ലാം കൂടെ നല്ല ഓർഡറായിട്ടുള്ള ഒരു കണ്ടക്ടർ ഇല്ല എങ്കിൽ എല്ലാം കൂടെ ബഹളം വെക്കുന്നതല്ല, അതിനകത്തൊരു അനുഗ്രഹമില്ല. ഒരു ശബ്ദവും കേൾക്കാൻ ഇഷ്ടം വരത്തില്ല. പക്ഷെ നല്ലൊരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹം ഓരോന്നിനും ഓരോ സിഗ്നൽ കൊടുക്കുമ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അത് പറയും, അതിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കും. അത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ശബ്ദ താളമായിട്ട് മാറും. അത് ചെവിക്ക് കേൾക്കാൻ മനോഹരത്വം തോന്നിക്കുന്ന പോലെ. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ടക്ടറായിട്ട്, ചില കാര്യങ്ങൾ നല്ലതാണ്, ചിലത് ദുഃഖകരമാണ്, ചിലത് ശരിയല്ല, ചിലത് പാപമായിരുന്നു, ചിലത് നന്മയായിരുന്നു, മക്കളുടെ ജീവിതത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ ഇവിടെ നോക്കുമ്പോൾ എല്ലാം പൂർണ്ണതയായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഐ ഹാവ് എ കണ്ടക്ടർ ഹൂ ഈസ് ഇൻ ആബ്സല്യൂട്ട് കൺട്രോൾ. അവനിങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ഡ്രം അടിക്കും, ഇങ്ങേപ്പുറത്തടിക്കും, അവനിങ്ങനെ വീശുമ്പോഴത്തേക്ക് അത് നിർത്തും. അങ്ങനെയുള്ളൊരു കണ്ടക്ടർ എൻ്റെ ജീവിതത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ, ഇഫ് ഹീ ഈസ് ദെയർ, അവൻ എന്നെ കാണും, എൻ്റെ കുടുംബത്തെ കാണും.
അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എത്രയോ അപാകതയുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. ബാക്കിയുള്ള പല വ്യക്തികളും ഇവിടെ വന്നിരുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഏറ്റവും പ്രയോജനപ്പെട്ടത് ഇന്ന് ഈ സ്ത്രീക്കാണ്, കൂനിയായ സ്ത്രീക്ക്, നിവർന്ന് നിൽക്കാൻ വയ്യാത്ത സ്ത്രീക്ക്. അവൾ എഴുന്നേറ്റ് നിന്നില്ല, പക്ഷിയോ ദൈവം അവളെ കണ്ടു. അവൾ കരഞ്ഞില്ല, അവൾ ചോദിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ ദൈവം അവളെ നിർത്തിവെച്ച് പറയുകയാണ്, വുമൺ ദൗ ആർട്ട് ലൂസ്ഡ്. അതാണ് രോഗബന്ധനം അഴിച്ചിരിക്കുന്നു പറയുമ്പം ദൈവം തമ്പുരാൻ പറയാണ്, നിന്നെ ഞാൻ അഴിച്ചുവിട്ടിരിക്കുന്നു. അത് തന്നെ മോശയെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നുണ്ട്. ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു. അതുപോലെ ദൈവം പറയും, വുമൺ ദൗ ആർട്ട് ലൂസ്ഡ്, നിൻ്റെ കെട്ട് ഞാൻ അഴിച്ചിരിക്കുന്നു. അനേകരുടെ കെട്ടഴിച്ചു കൊടുക്കുകയാണിന്ന്. കെട്ടഴിക്കുക എന്ന് പറയുമ്പോൾ അഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് നിവർന്നു. ശരിയല്ലേ? മനസ്സിൽ നമ്മൾ ചില ചിന്തകൾ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരും. പെട്ടെന്നൊരു ദൈവവചനം വന്നിട്ട് അത് നമ്മളെ ആ പഴയ ചിന്തയിൽ നിന്ന് മാറ്റി വെച്ച് പുതിയ അത് ഗോഡ് ക്യാൻ ഡൂ ദാറ്റ് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ, അതായത് പലപ്പോഴും ഈ അഴുക്ക് ചിന്ത വരുമ്പോൾ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് പാട്ട് പാടാൻ, ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് ദ മെഡിറ്റേഷൻസ് ഓഫ് മൈ ഹാർട്ട് ബി അക്സെപ്റ്റബിൾ അൺടു ദീ ഓ ലോർഡ്. ദൈവത്തിൻ്റെ വചനം വന്നിട്ട് വാട് പോലെ നെഗറ്റീവ് തോട്ട്സിനെ വെട്ടിമാറ്റും. ഇവിടെ ഈ സ്ത്രീയെ വിളിച്ചിട്ട് നിൻ്റെ രോഗബന്ധനം അഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേൽക്കുക തന്നെയല്ല, ദൈവത്തിന് മഹത്വം കൊടുത്തു. അതാണ് നമ്മുടെ ജീവിതം, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, നമ്മൾ തീക്ഷ്ണമായിട്ട് മടി കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിനം പ്രതി അവൻ വരുന്നിടത്ത് നമ്മൾ പോയി നിൽക്കാമെന്നുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വരും. എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. ബട്ട് വയർ യു ആർ ഗോയിങ്, ഗോ റെഗുലർലി. വാട്ട് യു ആർ ഡൂയിങ് എന്നും പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുക. ഒരു സമയം വചനം വായിക്കുന്നു, വചനം വായിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തി കണ്ടിന്യൂ ടു ഡു. അവരിന്ന് പ്രതിഫലം കിട്ടിയാൽ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവരെ അനുഗ്രഹിക്കുക. എവ്രിതിങ് ഗോഡ് ഹാസ് ഫോർ യു റിക്വയേഴ്സ് കറേജ്. ഈ കൂനിയായ സ്ത്രീക്ക് എന്തുമാത്രം കറേജ് ഉണ്ടായിരുന്നില്ലേ? ഒരു മനുഷ്യരവരെ നോക്കാതെ, ഒരു മനുഷ്യരെ നോക്കി ചിരിക്കാത്തപ്പം, ഒരുത്തരവരുണ്ടെന്ന് പോലും എക്സിസ്റ്റ് ചെയ്യുന്നത് പോലും അവരുണ്ടെന്ന് പോലും ചിന്തിക്കാത്തപ്പോൾ ഈ സ്ത്രീ എല്ലാ ആഴ്ചയിലും ആലയത്തിൽ ചെന്ന് നിൽക്കും. ഇന്ന് അവരെ കാണാൻ വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ അങ്ങോട്ട് അയച്ചു. യേശു വന്നു, യേശു കണ്ടു, യേശു അവളെ അടുക്ക വിളിച്ചു, രോഗബന്ധനം അഴിച്ചു കൊടുത്തു. അവൾ നോർന്നു നിന്നു. ഉടനടി അവൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതായിരിക്കണം നമ്മുടെയും ജീവിതം. നമ്മൾ ദൈവത്തെ മഹത്വം കൊടുക്കുന്നവരാക്കി മാറണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. ഒരിക്കൽ പോലും നമ്മൾ ദൈവവുമായിട്ട് അത് ചെയ്തു തന്നാൽ നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം അങ്ങനെയൊന്നും പറയരുത്. ഹീ ഹിംസെൽഫ് ഈസ് ഓൾ ഗുഡ്നെസ്, പെർഫെക്ഷൻ ഓഫ് എവ്രിതിങ്. അതായത് ദൈവം, നമ്മൾ സർവശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക, ആ ദൈവം നമ്മുടെ കൂടെ നിൽക്കുക, ആ ദൈവം നമ്മളെ നടത്താൻ പോകുക. അതുകൊണ്ട് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ മാനിച്ച് ഇന്നും അതിശയം ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനായ ദൈവമേ, അന്ധകാരശക്തിയുടെ സകല തന്ത്രങ്ങളും അഴിയട്ടെ അപ്പച്ച. ദുഷ്ടൻ എന്ത് കാര്യം ദൈവമക്കളുമായിട്ട് തലമുറയായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം, അവനെ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ പല ഒബ്സ്റ്റക്കിളും മുമ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പച്ച ദുഷ്ടൻ. ഈ സ്ത്രീയുടെ കൂന് അവർക്ക് 100 നടക്കാൻ വയ്യായിരുന്നു. പക്ഷെ 18 വർഷം ഒരക്ഷരം മിണ്ടാതെ ആ സ്ത്രീ പള്ളിയിൽ വരുമായിരുന്നു. ആരോടും അവരുടെ സങ്കടം പറഞ്ഞും കാണുന്നില്ല, അവരെങ്ങും തൊന്തിത്തള്ളി എങ്ങും കയറിയും ചെന്നില്ല. എന്നാൽ ഇന്ന് ഇവരെ അന്വേഷിച്ച് ദൈവം അവിടെ കടന്നു ചെന്നിരിക്കുകയാണ്. ആ സ്ത്രീയെ യേശു കണ്ടു, അവളെ വിളിക്കുകയാണ്. വിളിക്കുക തന്നെയല്ല, അവളെ തൊടുക വരെ ചെയ്തു. തൊട്ടപ്പോൾ അവളുടെ ബന്ധനം പൂർണ്ണമായിട്ട് അഴിഞ്ഞു. രോഗബന്ധനം അഴിച്ചു കഴിഞ്ഞപ്പോൾ ദൗ ആർട്ട് ലൂസ്ഡ് വുമൺ എന്ന് പറഞ്ഞു. ബന്ധനം അഴിച്ച നിമിഷത്തിൽ അവൻ നിവർന്ന് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഞങ്ങളും അങ്ങനെ നിനക്ക് മഹത്വം കൊടുക്കുന്നവരായി മാറട്ടെ. നാഥനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ തലമുറകളുടെ മേൽ നിൻ്റെ കൈ ചെന്ന് തൊട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. അവർ വിളിക്കണ്ട അപ്പച്ച, അവർ വിളിക്കണ്ട, അവർ അറിയണ്ട. പക്ഷേ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ അവിടുന്ന് കടന്നു ചെന്നിരിക്കുന്നു. ഒരു ദിവസം ഒരു പള്ളിയിൽ അപ്പച്ചൻ കടന്നു ചെന്നു. ഏത് പള്ളിയാണെന്ന് പോലും എഴുതിയിട്ടില്ല. അപ്പച്ചൻ ഞങ്ങളുടെ മക്കളിരിക്കുന്നിടത്ത്, മരുമക്കളിരിക്കുന്ന കൊച്ചുമക്കളിരിക്കുന്നിടത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലെ എന്താണെന്ന് വെച്ചാൽ അപ്പച്ചൻ അറിയാം. ഓരോ കുടുംബത്തിനും അവിടോട്ട് കടന്ന് ചെന്നിട്ട്
പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. രോഗമുള്ളവർക്ക് സൗഖ്യം കൊടുക്കണം. പണത്തിന് ബന്ധനമുള്ളവർക്ക് അപ്പച്ചൻ സ്വർഗ്ഗവാതിൽ തുറന്ന് അഴിച്ചു കൊടുക്കണം. അതുപോലെ മനോബുദ്ധിയിൽ ബുദ്ധിപരമം ഇരിക്കുന്നവർക്ക് ബുദ്ധി ഇട്ട് കൊടുക്കണം. ഭയപ്പെട്ട് നടക്കുന്നവർക്ക് സമാധാനം ഇട്ട് കൊടുക്കണം. കരയുന്നവരെ നീ ആശ്വസിപ്പിക്കണം. ദൈവമേ, അതിനുവേക്ക് ഞങ്ങളെ ആത്മാവിൽ അയക്കുന്ന വചനം ചെന്ന് കൊണ്ടിട്ട് ജീവവൃക്ഷമായിട്ട് വളരട്ടെ. ആ ഭവനങ്ങളെല്ലാം ജീവവൃക്ഷം വളരുക തന്നെയല്ല, അത് വലിയ വളർന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും വന്ന് സഹായത്തിനും അത് ആശ്രയം പ്രാപിക്കാൻ തക്കമാണ് സഹായകമായ ഒരു വൃക്ഷമായിട്ട് അതിനെ മാറ്റണം. നിറച്ചു ഫലമുണ്ടാകുന്ന വൃക്ഷമായി മാറട്ടെ. ജീവൻ്റെ ഫലം അത് സംഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. ജീവവൃക്ഷമാക്കിയതിന് യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതിനാൽ സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും ജീവവൃക്ഷമാക്കി മാറ്റുന്നത് നീ ആപിച്ച അവിടെ അത് ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം. കൂനിയായ സ്ത്രീ നുകർന്ന നിമിഷത്തിൽ നിന്നെ സ്തുതിച്ചതുപോലെ, മഹത്വം നിനക്ക് തന്നതുപോലെ, മാനവും മഹത്വം യശസ്സും തേജസ്സും നിൻ്റെത് തന്നെ. അവിടുന്ന് തന്നെ ഇതെല്ലാത്തിൻ്റെ ഉറവ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.